ഗംഭീരമായൊരു പ്രശ്നം കഴിഞ്ഞിട്ടാണ് ഈ കിടത്തം കണ്ട. ഞാൻ ഇനിയും ആരൂട്ടിനെ എടുക്കുകയാണെങ്കിൽ ഇവനിങ്ങനെ താഴോട്ട് ചാടും. അതിനാണ് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇവൻ കിടക്കാത്തതാ കണ്ട. അറ്റത്ത് പോയി കിടന്നിട്ട് കാലിട്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക, എന്നെ പേടിപ്പിക്കുക. അമ്മ ഇനി ആരൂട്ടിനെ എടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇത്രയേനുള്ള ബഹളമാണ് ഇവൻ്റെ. ഇത് കാല് താത്തിയിട്ടേണ്ട. എന്താണ് നിങ്ങൾക്ക് ഇത്ര ധൈര്യം വന്നേ? ഇതിൻ്റെ അറ്റത്ത് ചവിട്ടുമ്പോൾ നീ ഭയങ്കരമായിട്ട് പേടിക്കുമല്ലോ. ഞാനൊരു കുറ്റം ചെയ്ത് ആരൂട്ടനെ എടുത്തതാണാ. എപ്പോഴും നിന്നെ ഇത് എന്നോട് പിണങ്ങി കിടക്കുക. അതിനുശേഷം മിണ്ടിയിട്ടേ ഇല്ല. ഞാൻ പൊന്നെ മുത്തേന്ന് വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങളല്ലേ പറയാ ടോക്കുട്ടൻ മുത്ത പൊന്ന കണ്ട. ഇങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്. അവൻ്റെ അമ്മ അവന് മാത്രമുള്ള സ്വത്ത് പോലെ. ബാക്കി അച്ഛനാണെങ്കിലും ആരെ വേണമെങ്കിലും കൊഞ്ചിച്ചോട്ടെ. മോനെ വാവേ ആരൂട്ടിപ്പം വന്ന് പോയില്ലേ? കുഞ്ഞു അമ്മേൻ്റെ എപ്പോൾ അടുത്തുണ്ടാവില്ലേ? എന്തിനാ വിഷമിക്കണ്ട. ഇനി അമ്മ തൊടൂല കേട്ടാ. കുഞ്ഞിന് വിഷമമൊന്നും അമ്മ ചെയ്യൂലല്ലോ. ചെയ്യാറുണ്ടോ? മോന് വിഷമാന്ന് എന്തെങ്കിലും അമ്മ ചെയ്യുമോ? ഞാൻ ഫുഡ് വരെ അവൻ കഴിച്ചിട്ടേ ഞാൻ കഴിക്കും. അത് അച്ഛനും നിർബന്ധം. ആദ്യം പറയും മോന് കൊണ്ടുകൊടുത്തിട്ട് വാങ്ങും. പിണങ്ങല്ലേടാ, അമ്മയല്ലേ. അമ്മ എൻ്റെ ചക്കര പിണങ്ങല്ലേ. എൻ്റെ പൊന്നു പിണങ്ങല്ലേ. ശരി ഞങ്ങൾ നന്നായി കേട്ടാ. നന്നായി ഗൈസ്, ഞങ്ങൾ നന്നായി. ഞാൻ എൻ്റെ പൊന്നു മോനും നന്നായി കണ്ടാ. എനിക്ക് ഉമ്മയൊക്കെ തന്നു. ശരി ഓക്കെ. അമ്മയുടെ പൊന്നു ഇനി പിണങ്ങാറാ. ഇനിയിപ്പം നമുക്ക് ഇതാ സമയം ഏകദേശം 10 മണി കഴിഞ്ഞ്. അതാ മീനിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം. എൻ്റെ കുഞ്ഞു അവൾക്ക് വലിയ അങ്ങനെ പിണക്കം മാറിയിട്ടില്ല. എന്നാലും ഇപ്പോൾ ഓക്കെയാണ് അവൻ. ഞങ്ങൾ കിടക്കാൻ പോവാം. കിടക്കണ്ട വാവേ? പിന്നെ ഒരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊട്ടിയൂർ പോയ സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു ചെടി മേടിച്ച് ഞങ്ങൾ ഇതുപോലെ ചെടി മേടിച്ചിട്ട് പിന്നെ അത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇതിവിടെയാണ്. പിന്നെ ഒരു മുല്ലയും കൂടെ മേടിച്ച് മുല്ലയുമ്മലൊക്കെ ഇച്ചിരി പൂവൊക്കെ ഉണ്ടായി. ഓക്കെ. പക്ഷേ ഈ ചെടി അന്ന് മുതൽ വളർന്ന് ഇങ്ങനെ വരുവാന്നല്ലാണ്ട് 2-3 ദിവസം മുമ്പ് ഇവിടുത്തെ മോനാട്ടൻ അച്ഛൻ പറഞ്ഞ് പിന്നെ അത് വേണ്ട, നമുക്കെടുത്ത് കളയാം. ആ പോട്ട് വെറുതെ വേസ്റ്റല്ലേ, എന്തിനാ നമ്മളിങ്ങനെ അതിന് വെള്ളവും ഒക്കെ ഇടുകയെന്നല്ലാണ്ട് യാതൊരു ഉപയോഗവുമില്ല, നീ പറിച്ച് കളഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി പറിച്ച് കളയാം, എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറിക്കാൻ തീരുമാനിച്ച് ഇന്നലെ രാത്രി ഞാൻ ചുമ്മാ നോക്കുമ്പോൾ കണ്ട അടിപൊളിയായിട്ടൊരു മുട്ടൊക്കെ വന്നിട്ടുണ്ട് കുട്ടൻ്റെ മേൽ. ഇതാണ് ഞാനും ഇപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇതൊന്നും ആയിട്ടില്ലേ ഇനിയും എന്നൊക്കെ തമാശയാക്കും. അപ്പം ഞാനും അറിയാം ആവുമ്പോൾ ആവട്ടെ. ഞങ്ങളിപ്പോൾ കൂട്ടനെ എല്ലാവരും അറിയണം, എല്ലാവരും കാണണം, ആ ഒരു ചിന്തയും ആണ്. അല്ലാതെ ഇതിന് എന്തെങ്കിലും റവന്യൂ വരുമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. നോക്കുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള ആൾക്കാർക്കുള്ള പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്, റവന്യൂ ഒന്നും വന്നില്ലേ, നിങ്ങൾക്കൊന്നും ആയില്ലേ, ഇനി ഇത്ര വർഷമായിട്ടായിട്ടില്ല, മോണിറ്റേഷനായിട്ടില്ല, നിങ്ങൾ അവർക്ക് അങ്ങനെയുണ്ട് മറ്റവർക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തമാശയാക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിച്ചിരി എൻ്റെ ടോപ്പ് മോനോനും പിന്നെ അപ്പൂസും ഞങ്ങൾ 3 പേരാണ് ഈ വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ. ടോബൂട്ടനും എനിക്കും അപ്പൂസിനും ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം നമ്മളെത്ര കഷ്ടപ്പെടുന്നോ എന്നെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഞങ്ങളും പൂക്കവും തളിക്കുകയൊക്കെ ചെയ്യും. അതാണ് എല്ലാവരുടെ കാര്യം അല്ലേ. നമ്മൾ കഷ്ടപ്പെടുമ്പം എന്തെങ്കിലും ഒരു ദിവസം അതങ്ങ് ശരിയാവും, അതങ്ങ് ഓക്കെ ആയിക്കോളും. നമ്മൾ വിചാരിച്ചതുപോലെ ആവും. അതിന് ചിലപ്പം വർഷങ്ങളെടുക്കാം, ചിലപ്പം മാസങ്ങളെടുക്കാം, ചിലപ്പം ദിവസങ്ങൾ മതി. അതാണ് കാര്യം, ദൈവത്തിൻ്റെ ഓരോ കളികൾ. പിന്നെ ഇപ്പം ഏകദേശം ഞാനും എൻ്റെ മോനും ഓക്കെ ആയി, ഞങ്ങളെ പിണക്കൊക്കെ മാറി. നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, അദ്ദേഹത്തിൻ്റെ മുഖം അത്ര തെളിവില്ലല്ലോ. ഇതാണ് ഇവന്. പിന്നെ ആയിരിക്കെങ്കിൽ ഞാൻ ഫുഡ് ഒക്കെ അവന് കൊടുക്കുന്ന ഇഷ്ടമാണ്, പക്ഷെ അവനെ ബഹുമാനിക്കണം ഫസ്റ്റ്, എന്നാലേ അവനത് ഇഷ്ടമാവുള്ളൂ.
ഈ ഇരുത്തം കണ്ട, ഈ മുഖം കണ്ട, എൻ്റെ തങ്കക്കുടത്തിൻ്റെ മുഖം കണ്ട, എൻ്റെ ഒരു ഷാദു മൊത്തമായത്, എൻ്റെ ഒരു ഷാദു എന്നാ ബാബാ. ഇനി എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയോ ഞങ്ങളെ കാണുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലേ ടോപ്പൂട്ട? പ്രത്യേകിച്ച് നമ്മുടെ മുത്തപ്പൻ അല്ലേ?